ഗുരുമുഖത്ത് നിന്ന് ലഭ്യമാകുന്ന ഒന്ന് മൊബൈലിൽ നിന്ന് കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ ഈ സദസ്സിൽ ഉണ്ടാവണം, നിങ്ങൾ വേറെ ഒരിക്കലും പോകരുത്. നമുക്ക് വളരെ കുറഞ്ഞ സമയമുള്ളത്, ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാണ് ഇത് പറയാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളം കുടിക്കുന്നതിൻ്റെ കൂടെ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മളൊരു സംഘാടകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ചാൽ, എനിക്ക് മാറണം എന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പം ശരിയാണ്, ഇതൊന്നും മറ്റോനോട് പറയണമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒരു പരിപാടിക്ക് നമ്മൾ എവിടെയെങ്കിലും ചെന്നാലേ ചെറുപ്പക്കാർ വന്നിട്ട് പറയും, ഉസ്താദെ വയസ്സന്മാരെ പറ്റി നല്ലോണം ഒന്ന് പറയണം കേട്ടോ പറയും. വയസ്സന്മാർ വന്നിട്ട് പറയും, ഉസ്താദെ കുട്ടികളൊക്കെ കേടുന്നു, ചെറുപ്പക്കാരെ പറ്റി നല്ലോണം ഒന്ന് പറയുണ്ടോ എന്ന് പറയും. ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ ചെന്നാൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയും, ഇവിടെ ഉണ്ട് കുറച്ച് നിസ്കാരക്കാർ, ഓലെ പറ്റിയൊന്ന് പറയുണ്ടോ പറയും. വേറെ ചിലർ വന്നിട്ട് പറയും, നിസ്കരിക്കാത്ത കുറച്ച് ചെങ്ങായും, ആർക്കും അവനാനെ പറ്റി അറിയണ്ടല്ലോ. ഭാര്യമാർ വന്നിട്ട് പറയും, ഭർത്താക്കന്മാരെ പറ്റിയൊന്ന് പറയുണ്ടോ. ഭർത്താക്കന്മാർ പറയും, പെണ്ണുങ്ങളെ പറ്റിയൊന്ന് പറയുണ്ടോ എന്ന്. പുണ്യനബിയുടെ അടുത്ത് സഹാബത്ത് വന്നിട്ട് പറയും, നബിയെ ഞങ്ങളെ പറ്റിയൊന്ന് പറഞ്ഞു തരീന്നാ പറഞ്ഞത്. ഭർത്താക്കന്മാർ വന്നിട്ട്, നബിയെ ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു തരൂ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാര് പുണ്യനബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലേ, ഒരു ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട അവകാശങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ നബിയേ. ഓലും നമ്മൾ തമ്മിലുള്ള വ്യത്യാസമാണത്. ഓലും നമ്മൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനത്തെ മുനാഫിക്കീങ്ങളുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വിവരം അറിഞ്ഞു. അപ്പൊ ഉമർ ഖത്താബ് അബൂ ഹുറൈറന്റെ ഒപ്പം കൂടിയിട്ട് ചോദിച്ചു, നിങ്ങൾ ആ ലീസ്റ്റ് ഒന്ന് തരുമോന്ന് ചോദിച്ചു. ആ പേരെഴുതി തരില്ലായിരുന്നു. നബി തങ്ങൾ ആർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അതിൽ പറഞ്ഞു, തരണ്ട, ഞാനൊന്ന് നോക്കിയിട്ടാണ് തിരിച്ചു തരാം, തരില്ലായിരുന്നു. എന്നാൽ ഒരു ചോദ്യത്തിന് ഉത്തരം ചോദിച്ചോ പറയാറുണ്ടോ, ആ ലീസ്റ്റിൽ എൻ്റെ പേരുണ്ടോ ചോദിച്ചു. ഇല്ലായിരുന്നു. എന്നാൽ എനിക്ക് ആ ലീസ്റ്റ് വേണ്ടായിരുന്നു. നമ്മൾ ലീസ്റ്റ് ചോദിക്കുന്നത് വേറെ ആരൊക്കെ പേരുള്ളതെന്ന് അറിയാനല്ലേ. ഉമർ ഖത്താബ് ലീസ്റ്റ് ചോദിച്ചത് മൂപ്പരെ പേര് അതിലുണ്ടോന്ന് അറിയാൻ. ആരാള്? ഉമറും ഫിൽ ജന്ന ഹബീബുനാ റസൂലുള്ളാഹി. ഉമർ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. സാലിമിനോടൊക്കെയാണ് ആ വർത്താനം പറഞ്ഞിരിക്കണമെങ്കിൽ എന്താവും അവസ്ഥ? സാലിമേ ഇജ്ജ് സ്വർഗത്തിലാന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തേക്കാരം എൻ്റെ അവസ്ഥ? നമ്മൾ ആലോചിച്ചോക്കേണ്ട കാര്യമാണല്ലോ അത്. ഉമർ ബിൻ ഖത്താബിനോട് പറഞ്ഞ വർത്താനം സിദ്ദീഖ് റളിയല്ലാഹുവിനോട് അതേ വർത്താനം പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖും ഫിൽ ജന്ന, സിദ്ദീഖ് സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് നബി ഒരു സംഘന പ്രസംഗിച്ചപ്പോ സ്വർഗാവകാശികളുടെ 120 അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ വാതിലിന്റെ പുറത്ത് നിൽക്കുന്ന സിദ്ദീഖുൽ അക്ബർ ഓടിച്ചെന്നിട്ട് തലട്ടോണ്ട് ചോദിച്ചു, നബിയെ അതിലേതെങ്കിലും ഒന്ന് സാധുവായ സിദ്ദീഖിലുണ്ടോ നബിയെ? അള്ളാന്റെ റസൂല് പറഞ്ഞു, സിദ്ദീഖ് ആ 120 നിങ്ങളിലുണ്ട് സിദ്ദീഖ്. സ്വർഗത്തിന്റെ 8 വാതിലുകൾ തുറന്നു വെച്ച് ഒരേ സമയം മാലാഖമാർ നിന്നുകൊണ്ട് മത്സരിച്ച് മാടി വിളിക്കുന്ന ആളാണ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പോലെ സ്വർഗത്തിന്റെ 8 വാതിലിലൂടെ കയറാൻ ഒരു ചെറിയ ഐഡിയ ഉണ്ട്. ഒതുണ്ടാക്കി കയറുമ്പോൾ ഹൗദുങ്കരൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ബോർഡിൽ നീല നിറത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഒതുണ്ടാക്കി കഴിഞ്ഞിട്ട് 2 കൈയും കണ്ണും ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്ന ദിക്ർ ഒരാൾ ചൊല്ലിയാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അവന് തുറക്കപ്പെടുന്നതാണെന്ന് മുഹമ്മദ് നബി. ചെറിയ ചെറിയ കാര്യം കൊണ്ടാണ് വലിയ ദർജ കിട്ടുക. വലിയ ദർജ കിട്ടുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും അശ്രദ്ധരാവാറുള്ളത് ചെറിയ ചെറിയ വിഷയങ്ങളിലാണ്, വളരെ ചെറിയ വിഷയങ്ങളിലാണ്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വലിയ വലിയ കാര്യം നമ്മളെല്ലാവരും സൂക്ഷിക്കും, ചെറുതിലുള്ള സൂക്ഷിക്കണം. 10,000 ഉറുപ്പ്യ ഒരു കള്ളൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഇവിടെ പിടിക്കട്ടെ ഞാൻ മൂത്രമൊഴിച്ച് വരാന്ന് പറഞ്ഞാൽ ഓൻ അതിനെ കുറിച്ചാണ് നിൽക്കുക. ആ ചങ്ങായി വന്നിട്ട് വേണം അത് കൊടുത്താണ്ട് എവിടേക്കെങ്കിലും പോകാനും കരുതിയിട്ട് 10 പൈസ സൂക്ഷിക്കാനാണ് ഏറ്റവും കൂടുതൽ തക്കുവ ആവശ്യമുള്ളത്. 10,000 രൂപ സൂക്ഷിക്കാനല്ല കൂടുതൽ തക്കുവ വേണ്ടത്, 10 പൈസ സൂക്ഷിക്കാൻ വലിയ മുത്തഖിയാവണം, എന്നാലേ കഴിയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ തക്കുവ വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളിൽ നിന്ന് കൈമോശം വന്നു പോകുന്നത് ചെറിയ കാര്യമാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചാൽ ഈമാനുമ തൊട്ട കളിയാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കുക എന്നുള്ളത് ഈമാനിൽ തൊട്ട കളിയാണ്. അവന് ആഖിബത്ത് നഷ്ടപ്പെടുന്ന, ആഖിബത്ത് ചീത്തയാകുന്ന കാര്യമാണ് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അശ്രദ്ധമായി കൈകാര്യം ചെയ്യാറുള്ള ദുആ ബാങ്കിന് ശേഷമുള്ള ദുആയാണ്. കാരണം അത് മുഹമ്മദ് നബിക്ക് നേർക്കുനേരുള്ള ദുആയും ശഫാഅത്ത് നിർബന്ധമാക്കുന്ന ദുആയാണ്. ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല
والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته എന്ന് ഒരാൾ ബാക്കി ഖിയാമത്തിന് ശേഷം ദുആ ചെയ്താൽ വജബത് ലഹു ശഫാഅത്തി, അവൻ എൻ്റെ ശഫാഅത്ത് നിർബന്ധമായി എന്ന് ഹബീബുനാ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ വേണം. ഈമാനുമായി കണക്ട് ചെയ്ത എല്ലാ കാര്യവും നല്ലോണം ശ്രദ്ധിക്കണം. 90 ചില്ലാനം കാര്യങ്ങൾ ഈമാനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. 90 ചില്ലാനം കാര്യങ്ങൾ ഈമാനുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈമാനിന് 70 ചില്ലാനം ശാഖകളുണ്ട് എന്ന് പറഞ്ഞ ഹദീസിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരി എണ്ണി 90 വരെ എണ്ണിയിട്ടുണ്ട് ഈമാനുമായി കണക്ട് ചെയ്ത കാര്യം. ഈമാന് 70 ചില്ലാനം ശാഖ ഉണ്ട് എന്ന് പറഞ്ഞ ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്കതൊക്കെ നിസ്സാരീകരണം, എല്ലാം നിസ്സാരമായിരിക്കും. നമ്മളൊരു കല്യാണത്തിന് പോവുകയാണ്, സത്താറ് കല്യാണം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഇപ്പോൾ പോകാതിരിക്കുക എന്നുള്ളതാണ്. ഇനി ഓനെ കാണേണ്ടതല്ലേ, മുഖത്തേക്ക് നോക്കേണ്ടതല്ലേ. ദീനിന്റെ 2/3 പൂർത്തിയാക്കുന്ന ഒരു ഇബാദത്ത് നടക്കാനുള്ള റബ്ബെ എങ്ങനെയാണ് പോകാതിരിക്കുക എന്ന് നമ്മളാരും ആലോചിക്കില്ല. ഒരു കല്യാണത്തിന് പോകുമ്പോഴുള്ള നീയത്ത് വരെ നമുക്ക് ശരിയല്ല എന്നർത്ഥം. സത്താറിനെ കുറ്റം മുടക്കാൻ വേണ്ടിയിട്ടാണ് അബ്ദുള്ള നമ്മൾ കല്യാണം പറഞ്ഞതാണ്, ഓൻ്റെ മൂത്ത കുട്ടിയുടെ കല്യാണമാണ്, അല്ലെങ്കിൽ ഇളയ കുട്ടിയുടെ കല്യാണമാണ്, ഇനി ഓൻ്റെ ഒരു കല്യാണവും ഇല്ല, എങ്ങനെ പോവാതിരിക്കുക എന്ന് ആലോചിച്ചിട്ട് നമ്മൾ പോവുകയാണ്. പടച്ചോനെ, ദീനിന്റെ 2/3 പൂർത്തിയാക്കുന്ന ഒരു ഇബാദത്താണല്ലോ, പോകാൻ സമയമുണ്ടായിട്ട് ഞാൻ എങ്ങനെ പോകാതിരിക്കും, നിനക്കെന്താ തോന്നാ റബ്ബേ എന്നാലോചിച്ച് ഒരു നിക്കാഹിന്റെ സദസ്സിൽ നമ്മളാരും പോകാറില്ല. കാരണം അത് ഈമാനുമായി കണക്റ്റാണ്, നമുക്ക് നിസ്സാരമായിട്ടേ തോന്നുള്ളൂ. മൻ തസവ്വജ ബിംറാത്തിൻ ഫഖദ് ആറദ സുലുസൈ ദീനിഹി ഫല്യത്തഖില്ലാഹ ഫിസ്സുലുസിൽ ബാഖി. അങ്ങനെയാണ്. നളാഫത്ത് എന്ന് പറഞ്ഞാൽ വൃത്തി ഈമാനിൽ കണക്റ്റഡ് ആണ്. വൃത്തി ഈമാനുമായി കണക്റ്റഡ് ആണ്. ബാത്റൂം കഴുകാൻ മറ്റൊരാളെ കാത്തു നിൽക്കലാണ് പലപ്പോഴും നമ്മുടെ പതിവ്. കാരണം എന്താ? അത് വേറെ ആരും ചെയ്തോട്ടെ, കാരണം ഈമാനുമായി കണക്റ്റഡ് ആയ വിഷയത്തിൽ നമുക്ക് അത്രേ താല്പര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിർബന്ധം പിടിച്ച് നമ്മൾ തന്നെ എന്ന് കഴുകണവരാവോ അന്നാണ് നമ്മൾ നല്ല മനുഷ്യന്മാരാകണത്. ഈമാനുമായി കണക്ട് ചെയ്ത എല്ലാ കാര്യങ്ങളിലും വളരെ താല്പര്യം കാണിക്കണം. അന്നദാഫത്തു മിനൽ ഈമാൻ. രാവിലെ എഴുന്നേറ്റ് മുറ്റമടിച്ചു കോരുമ്പോ, പാത്രം കഴുകുമ്പോ നിയ്യത്ത് വെക്കണം, പടച്ചോനെ ഈമാൻ കൂടുന്ന അമലാണെന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈമാൻ കൂട്ടി തരണേ. ചെറിയ ഇബാദത്ത് കൊണ്ട് വലിയ കാര്യം കിട്ടും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്വർഗത്തിൽ പോവാൻ ഒരു പെട്ടിക്കട നടത്തിയാൽ മതി. ഒരു പെട്ടിക്കട നടത്തിയാൽ, ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കണ ചെറിയ ഒരു തട്ടുകട നടത്തിയാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്വർഗത്തിൽ പോവാം. എന്താ? അത്താജിറു സ്വദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന ഹബീബുനാ റസൂലുള്ളാഹി. വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ അമ്പിയാക്കളോടും സുദ്ദീഖീങ്ങളോടും ഒപ്പം നാളെ സ്വർഗത്തിലായിരിക്കുമെന്ന് പുണ്യനബി. ഗൗസുൽ-ആദമിന്റെ ഉസ്താദ് കച്ചവടക്കാരനായിരുന്നു. ഗൗസുൽ-ആദമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദാണ് അബുൽ വഫ റഹ്മത്തുള്ളാഹി അലൈഹി. എല്ലാ കിതാബുകളിലും അബുൽ വഫയെ കുറിച്ച് ഗൗസുൽ-ആദം പറയാറുണ്ട്. എന്ത് കച്ചവടം? ബത്തക്ക കച്ചവടം ചെയ്യുന്ന ആളാണ്. തണ്ണിമത്തൻ റോഡ് സൈഡിൽ ഇരുന്ന് വെള്ളക്കച്ചവടം ചെയ്യുന്ന ആളായിരുന്നു അബുൽ വഫ റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് സ്വർഗത്ത് പോകാൻ ഒരു കച്ചവടം ഉണ്ടായാൽ മതി. പക്ഷെ എന്ത് വേണം? അത്താജിറു സ്വദൂഖുൽ അമീൻ ആയിരിക്കണം, വിശ്വസ്തനും സത്യസന്ധനും ആയിരിക്കണം. അതിന് നമുക്കൊരു കാര്യം കിട്ടും. വിശ്വസ്തത വേറെയാണ്, സത്യസന്ധത വേറെയാണ്. അല്ലെങ്കിൽ നബി തങ്ങൾ അത് രണ്ടും കൂടിയും പറയാൻ പാടില്ലല്ലോ. വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന നബി തങ്ങൾ രണ്ടും രണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടും രണ്ട് തന്നെയാണ്. അതുകൊണ്ട് കച്ചവടത്തിൽ വിശ്വസ്തത മാത്രം പോരാ, സത്യസന്ധത മാത്രവും പോരാ. കച്ചവടത്തിൽ വിശ്വസ്തതയും വേണം, സത്യസന്ധതയും വേണം. അപ്പൊ കറക്റ്റായിരിക്കും. നല്ല ഇബാദത്താണ് കച്ചവടം ചെയ്യാന്നുള്ളത്. ഏറ്റവും നല്ലത് ഏതാണോ ഏറ്റവും കേടുവരാൻ അത് തന്നെ പറ്റും. ഏറ്റവും നല്ലതുകൊണ്ട് വേഗത്തിൽ കേടുവരും ചെയ്യും. മദീന നന്നാവാൻ പറ്റിയ നല്ല സ്ഥലമാണ്. കേടുവരാൻ ഏറ്റവും പറ്റിയ സ്ഥലം തന്നെയാണ് മദീന. ഏതുകൊണ്ടെല്ലാം നന്നാവുമോ അതുകൊണ്ടെല്ലാം കേടുവരാം. ഖുർആൻ നന്നാവാനുള്ളൊരു സാധനമാണ്. ഖുർആൻ കൊണ്ട് കേടെന്നാലോ നിസ്കാരം 3 ഉള്ളൂ എന്ന് കിട്ടും. എല്ലാ സംഗതി അങ്ങനെ തന്നെയാണ്. കേട് ഏറ്റവും നന്നാവാൻ പറ്റുന്ന സാധനം ഉമ്മാനെ കൊണ്ട് ഏറ്റവും നന്നാവാൻ പറ്റും. ഉമ്മാനെ കൊണ്ട് ഏറ്റവും നന്നാവാൻ പറ്റും. കാരണം ഉമ്മാന്റെ കാലിലോട്ട് സ്വർഗമുണ്ട്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്.
ഒരു കള്ളുടിയാൻ, ഒരു വ്യഭിചാരി, ഒരു ചുറ്റളിക്കാരൻ, ഒരു പലിശക്കാരൻ, ഓനെ നമ്മൾ കറക്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എല്ലാ ഫാസിഖും ഫാസിഖായതിൻ്റെ അടിസ്ഥാന കാരണം ഉമ്മയോട് പിണങ്ങിയതായിരിക്കും. ഇതൊരു സത്യമാണ്, എല്ലാവരും മനസ്സിലായിക്കോളെ. കാരണം സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് ഒരാൾ മാറി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ കാലിൻ്റെ ഒട്ടുക്കുന്ന വഴിയിൽ നിന്ന് തെറ്റാതെ പോവില്ല. കാരണം ഉമ്മാന്റെ കാലിൻ്റെ ഒട്ടുക്കുള്ള വഴിയാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞത്. സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് ഒരാൾ മാറി സഞ്ചരിച്ചാൽ ഉമ്മാന്റെ കാലിൻ്റെ ഒട്ടുക്കുള്ള വഴിയിൽ നിന്ന് അവൻ മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഉമ്മയോട് പിണങ്ങാത്ത ഒരു ഫാസിഖുണ്ടാവില്ല, ഉമ്മയോട് പിണങ്ങാത്ത ഒരു വ്യഭിചാരിയും ഒരു കൊള്ളക്കാരനും ഒരു തമ്മാടിയും ഉണ്ടായിരിക്കില്ല. ഉമ്മ ഏറ്റവും വലിയൊരു സന്ദേശമാണ്. മനുഷ്യൻ നന്നാവാൻ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള ശ്രദ്ധയാണ് വേണ്ടത്. വലുത് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ വിഷയങ്ങളിൽ ധാരാളം ശ്രദ്ധയുള്ള. എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്? നഖം മുറിക്കാൻ തോന്നാതിരിക്കുന്നതിന്റെ കാരണം വരെ ഉമ്മയോടുള്ള പ്രശ്നം. നിക്കാഹിന് വന്നിരിക്കുന്ന സദസ്സിൽ പുതിയാപ്പിള നഖം മുറിക്കാത്ത ഞാൻ കണ്ടിട്ടുണ്ട്. നഖം മുറിക്കാൻ ഒരു മനുഷ്യന് സമയം കിട്ടണില്ല, നേരം കിട്ടണില്ല, അതിന് ഒഴിവില്ല, തോന്നണില്ല. അവന്റെ ഉമ്മയും അവനും തമ്മിൽ പ്രശ്നം ഉണ്ടായിരിക്കും, അന്വേഷിച്ചറിയാൻ പറ്റും. കാരണം അത് വലിയൊരു പൈശാചികമായ സ്വഭാവമാണ് നഖം മുറിക്കാൻ തോന്നാതിരിക്കുന്നത്. അത് ഉമ്മയോട് പിണങ്ങിയവനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുള്ളവരാവണം. അപ്പോഴേ ജനങ്ങൾക്ക് എന്തെങ്കിലും സന്ദേശങ്ങൾ കൊടുക്കാനുള്ള ഒരു ക്വാളിറ്റി നമ്മളിൽ ലഭ്യമാകുള്ളൂ. പ്രവർത്തനമല്ല, നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. ഇസ്ലാം ഏടിലുണ്ട്, കിതാബിലുണ്ട്, ഹദീസിലുണ്ട്, ആയത്തിലുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലുണ്ടോ അത് മറ്റൊരാൾക്ക് കിട്ടും. അല്ലാതെ ഏത് കിതാബിലും ഏത് ഹദീസിലും എവിടെ ഉണ്ടായിട്ടും പ്രയോജനമില്ല. നമ്മുടെ ജീവിതത്തിലാണ് പരിശുദ്ധമായ ഇസ്ലാം വേണ്ടത്. അതുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ തയ്യാറാവണം. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്വാളിറ്റി, ഒരു ഗുണമേന്മ ഉയർന്നു വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഗൗസുൽ ആദം ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി ഇങ്ങനെ അമ്പ്യാക്കളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അമ്പ്യാക്കളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദാനശീലം ഞാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ സംതൃപ്തി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഐസ് എന്നും യാക്കൂബ് എന്നും പേരായ 2 മക്കളാണ് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്നത്. മൂത്ത മകനായ ഐസ് പ്രവാചകനാവണം എന്ന മഹാനവറുകൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടി കുറേ കാലം ദുആ ചെയ്തു. ഒരു ദിവസം ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നിട്ട് പറഞ്ഞു, യാക്കൂബിനെ നബിയാക്കാൻ തീരുമാനമായിട്ടുണ്ട് എന്ന് പറഞ്ഞ സെക്കൻഡ് മുതൽ ദുആ വരെ മാറ്റി. പടച്ചോനെ യാക്കൂബിനെ നബിയാക്കണേ എന്ന് പറഞ്ഞു. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അതന്നെയാണ് ഇന്ത്യൻ തീരുമാനം എന്ന് തീരുമാനിക്കുന്നതാണ് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ റിളാ എന്ന് പറയുന്നത്. ദുനിയാവിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അദബുകേട് അള്ളാഹുവിന്റെ ഖളാഇൽ അസംതൃപ്തി രേഖപ്പെടുത്തലാണെന്ന് സയ്യിദുനാ ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു തന്റെ അവാരിഫുൽ മആരിഫിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അദബുകേട് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അസംതൃപ്തി രേഖപ്പെടുത്തലാകുന്നു. അതുകൊണ്ട് അള്ളാഹുവെ നിന്റെ ഇഷ്ടം തന്നെയാണ് എൻ്റെയും ഇഷ്ടം എന്ന് തീരുമാനിക്കാൻ ഒരു മനുഷ്യന് പറ്റിയാലേ ഓന് പിന്നെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എല്ലാം സുഖമായിരിക്കും. കാരണം അള്ളാഹിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ എൻ്റെ തീരുമാനം അത് തന്നെയാണ് എന്നുള്ളിടത്തേക്ക് എത്താൻ വേണ്ടി പറ്റും. സബർ വളരെ പ്രധാനപ്പെട്ടതാണ്. അയ്യൂബ് അലൈഹിസ്സലാം ലീഡർക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ക്ഷമാശീലം. സബറും അയ്യൂബ് നബിയുടെ സബറും വ്യത്യാസമുണ്ട്. സാധാരണ ഒരു സബറല്ല അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സബറേ. ശരീരമാസകലം വേദനയാകുന്ന ഒരു അസുഖം, തൊടാൻ വയ്യ. റഹ്മത്ത് ബീവി എന്ന് പറഞ്ഞ ഭാര്യ ഈത്തപ്പനയുടെ താഴ്ഭാഗത്ത് കിടങ്ങുണ്ടാക്കിയിട്ട് ഇലകൾ കത്തിച്ച് വെണ്ണൂറുണ്ടാക്കിയിട്ട് അതിൽ നിറച്ചിട്ട് അതിലിങ്ങനെ കടത്തി കട്ടിലുമേ നിലത്തും പായിലും കിടക്കാൻ വയ്യായിട്ട് വേദനയായിട്ട് എല്ലാ ഭാര്യമാരും കൈയൊഴിഞ്ഞു. റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹാ മാത്രം അവശേഷിച്ചു. റഹ്മത്ത് ബീവി ആരാന്ന് നിങ്ങള്? സുലൈഖ ബീവിന്റെ പേരക്കുട്ടിയാണ്. 10 ഗുണം 10 ഗുണം ഉണ്ടാവും. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെയും സുലൈഖ ബീവിന്റെയും പാട്ട് ഇങ്ങനെ കേട്ടാൽ തോന്നും നമുക്ക് അതേതോ ഒരു പ്രേമവിവാഹമായിരുന്നു എന്ന് തോന്നും. ഖുർആനും വളരെ രസകരമായി തന്നെ ഈ സംഭവം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് അവതരിപ്പിച്ചതിന് ശേഷം ഖുർആൻ ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമിൻ യസ്മഊൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ യൂസുഫ് നബിയുടെയും സുലൈഖ ബീവിന്റെയും കഥ പറയാണ്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈന. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് ഞാൻ ഒരു ചൊറുക്കുള്ള കഥ പറഞ്ഞുതരാം.
നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഒരു ഭംഗിയുള്ള കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സുലൈഖ ബീവിയുടെയും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെയും കഥ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. കഥ പൂർത്തിയായതിനു ശേഷം അള്ളാഹു പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യസ്മഊൻ, കേൾവിക്കാരായ ജനവിഭാഗത്തിന് പാഠമുള്ള ഒരു കഥയാകുന്നു ഇത്. ഇന്ന ഫീ ദാലിക, ഇതിലുണ്ട്, ലആയതൻ, ദൃഷ്ടാന്തമുണ്ട്, ലിഖൗമി യസ്മഊൻ, യസ്മഊനായിരിക്കുന്ന ഖൗമിന്, കേൾവിക്കാരാകുന്ന ജനവിഭാഗത്തിന്. സാധാരണ നിന്ന് വ്യത്യസ്തമായ ഒരു കഥയാണ്. സുലൈഖ ബീവി റളിയല്ലാഹു അൻഹ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനുണ്ടായ കാരണം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മുഖത്ത് കണ്ടിരുന്ന നുബുവത്തിന്റെ പ്രകാശമായിരുന്നു. നബി തങ്ങളുടെ വാപ്പ അബ്ദുള്ള എന്നവരുടെ മുഖത്ത് ആ പ്രകാശം ഉണ്ടായിരുന്നു. അറേബ്യയിലുള്ള എത്രയോ സ്ത്രീകളാണ് ഞങ്ങൾക്ക് അബ്ദുള്ളനെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു നടന്നത്. ആമിന ബീവി റളിയല്ലാഹു അൻഹയെ അബ്ദുള്ള വിവാഹം ചെയ്തപ്പോൾ ആ സ്ത്രീകൾ തീർത്തും തങ്ങളുടെ രക്ഷിതാക്കളോട് പറഞ്ഞു അത്രേ, ഞങ്ങളെ ഇനി കെട്ടിക്കണ്ടാൻ. നുബുവത്തിന്റെ പ്രകാശം മുഖത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അവിടുത്തെ ഒരു പഠന വിഷയം എന്ന് പറഞ്ഞത് നുബുവത്തിന്റെ പ്രകാശമാണ് പഠന വിഷയം. നുബുവത്തിന്റെ നൂറാനിയത്താണ് യഥാർത്ഥത്തിൽ സുലൈഖ യൂസുഫ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന വിഷയം എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് അവർ സബൂറാക്കി. സുലൈഖ ബീവി റളിയല്ലാഹു അൻഹയിലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിലും ഉണ്ടായ കുട്ടികളുടെ പേരക്കുട്ടിയാണ് ബഹുമാനപ്പെട്ട റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹ. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾക്ക് അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്തുകൂടെ? നിങ്ങൾ ദുആ ചെയ്താൽ അള്ളാഹു കബൂലാക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം റഹ്മത്ത് ബീവിയോട് ചോദിച്ചു, റഹ്മത്തെ, നമ്മൾ എത്ര കൊല്ലം സുഖം അനുഭവിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റെന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇരുന്നോളി. നമുക്കൊരു മുഷ്പേരുണ്ടോന്ന് തോന്നലിങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ റഹ്മത്ത് ബീവി ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്കൊന്നും തോരുന്നൂടെ എന്ന് ചോദിച്ചു. അപ്പോ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, നമ്മൾക്ക് എത്ര കൊല്ലം സുഖം ഉണ്ടായിട്ടുണ്ട് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞൊരു 80 കൊല്ലം അൽഹംദുലില്ലാഹ് സുഖമായിട്ടുണ്ട് പറഞ്ഞു. ആ സമയത്ത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, വർഷം 80 റഹ്മത്ത് സുഖിച്ചില്ലേ, അത് മുഴുവനും ഐശ്വര്യമായി കഴിഞ്ഞില്ലേ, ക്ലേശം അതുപോലെ 80 മിണ്ടുന്നതും ഒരു ചന്തമല്ലതൂപൈനനാ. ഒരു 80 കൊല്ലം ഇടങ്ങാറാകാതെ അയ്യൂബ് തോർക്കൂല എന്ന് പറഞ്ഞു സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാം. ശരീരം ഇങ്ങനെ തൊടാൻ പറ്റാത്ത അസുഖം പിടിച്ചിട്ട് മാസ്റ്ററിൽ വരുമ്പോ ചില മനുഷ്യർ അള്ളാഹുവിനോട് പറയുമെന്നാണ്, അള്ളാഹുവേ, രോഗം കൊണ്ട് ആകെ ഇടങ്ങാറായിട്ട് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ നേരം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു ചോദിക്കുമത്രേ, എൻ്റെ അടിമയായ അയ്യൂബിനേക്കാൾ വലിയ ദണ്ണൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അള്ളാഹു ചോദിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സബ്ർ വേണം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ എളിമയായ ജീവിതം വേണം ഒരു മനുഷ്യന്. മൂസാ നബിന്റെ എളിമയായ ജീവിതം, ഭയങ്കര വിനയുള്ള മനുഷ്യനെ കണ്ടാൽ ഗാംഭീര്യമാണ്, പെരുമാറിയാൽ എളിമയാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സ്വഭാവം. കണ്ടാൽ ഭയങ്കര സംഭവമാണ്, എന്നാൽ പെരുമാറിയാലോ. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു തൻ്റെ ത്വരീഖത്തുൽ മുഹമ്മദിയ്യ എന്ന ഗ്രന്ഥത്തിൽ എളിമകളെ കുറിച്ച്, വിനയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വിനയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് മഹാനവറുകൾ വിനയത്തിനെതിരെയുള്ള അഹങ്കാരത്തെ കുറിച്ച് എണ്ണുന്നു. 10 തരം അഹങ്കാരങ്ങൾ, 10 തരം അഹങ്കാരമുണ്ട്. മാലിലെ അഹങ്കാരം, ഇൽമിലെ അഹങ്കാരം, ആയുസ്സിലെ അഹങ്കാരം, ഭാര്യയിലെ, മക്കളിലെ, അങ്ങനെ എണ്ണി എണ്ണി അവസാനത്തെ 10ാമത്തെ അഹങ്കാരം വിനയത്തിലെ അഹങ്കാരമാണ്. എനിക്കിപ്പോൾ അൽഹംദുലില്ലാഹ് വിനയുണ്ടല്ലോ എന്ന് തോന്നിയാൽ അതാണ് ഏറ്റവും വലിയ അഹങ്കാരം എന്ന് യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതാണ് വിനയത്തിലെ അഹങ്കാരം എന്ന്. ഷെയ്ത്താൻ നമ്മളെ അടുത്തേക്ക് ഫോൺ ചെയ്തിട്ട്, അലോ ഞാൻ ഷെയ്ത്താനാണ്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്നൊന്നും പറഞ്ഞു വരില്ല. നിങ്ങൾ ചിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഔസല്ലാദമിൻ്റെ അടുക്കൽ ഷെയ്ത്താൻ വന്ന ഒരു ദിവസം, ലഅനത്തുല്ലാഹി അലൈഹി. ഷെയ്ത്താൻ്റെ ഒരു പ്രത്യേകത, ഓനെ കുറ്റം പറഞ്ഞത് ഓന് ഇഷ്ടമാണ് എന്നാണ്. അതുകൊണ്ട് ലഅനത്തുല്ലാഹി അലൈഹി ചൊല്ലിക്കോളി. ഷെയ്ത്താൻ ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസ് ഒരിക്കൽ ഔസല്ലാദമിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ശബ്ദം അങ്ങനെ കേൾക്കുകയാണ്, യാ മുഹിയുദ്ദീൻ,
അഹ്ലൽതു ലക്കൽ ഹറാമ കുല്ലഹ, ഇന്ന് മുതൽ നിങ്ങൾക്ക് എല്ലാ ഹറാമുകളും ഹലാലാണ് ട്ടോ. അപ്പൊ അങ്ങനെ അതെനിക്ക് തോന്നിയത് ഈ കാര്യം മൂപ്പരിങ്ങനെ ഒന്നുകൂടി ആണ്ട് പോയി. രണ്ടാമതും കേട്ടു, യാ മുഹിയദ്ദീൻ അഹ്ലൽതു ലക്കൽ ഹറാമ കുല്ലഹ. പിന്നെയും കണ്ട് പോയപ്പോ വീണ്ടും അശരീരി കേട്ടു. അപ്പൊ മഹാനവറുകൾ പഠിച്ചോനെ ഇത് അള്ളാഹിന്റെ ഭാഗത്തു നിന്നാണോ എന്ന് കരുതിയിട്ട് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്നിങ്ങനെ കണ്ണോടിച്ചു. 1,24,000 അമ്പിയാക്കൾ വന്നിട്ട് ആർക്കെങ്കിലും ഹറാമ് ഹലാലാക്കിയിട്ടുണ്ടോ? ഒരു കാമൽ നിന്നിട്ട് ഒരു ഹത്തം തീർത്തോ അവർ, ഒരു ചൊൽമുതലായി മൂവാണ്ട് കാത്തോ അവർ. നോക്കിയപ്പോ ആർക്കുമില്ല. അപ്പോൾ മഹാനവർകൾ പറഞ്ഞു, പോട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അവിടെ നിന്ന് ആളെ ഷിപ്പാക്കാൻ വന്നിക്കല്ലേ അറിഞ്ഞ ആട്ടി. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് മൂപ്പര് നേരങ്ങത്തിലുള്ള വൈക്കിൽ കൂടി എങ്ങനെ വരുന്നു. വന്നിട്ട് പറഞ്ഞു, മുഹിയുദ്ദീൻ ഷെയ്ഖ് ഞങ്ങൾ ഭയങ്കര സംഭവം തന്നെയാണ്. എന്തേ ചോദിച്ചു. ഞാൻ ഇത് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ ഷിപ്പാക്കിയിട്ടുണ്ട്, നിങ്ങൾ അതിലും പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഹൗസിലാദാൻ പറഞ്ഞു, പരിപാടി മനസ്സിലായി, സ്ഥലം വിട്ടോ പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഷിപ്പാക്കാൻ വരികയാണ് അടുത്ത പരിപാടി. 10,000 പ്രാവശ്യം ഇബ്ലീസ് ഒരാളോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഓൻ കേട്ടില്ലെങ്കിൽ ഇവനോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി പോകുന്നവനല്ല പിശാച്. 10,001 പ്രാവശ്യം വീണ്ടും പറയാൻ വേണ്ടി വരുന്നവനാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്നത്. അതുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമുക്ക് ശരിക്കും ബോധം ഉണ്ടായിരിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് അവൻ ആദ്യമായി പിടികൂടുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് വിനയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിനയം എന്ന് പറഞ്ഞാൽ ശരിക്കും വിനയം പറഞ്ഞതുകൊണ്ട് വാക്കിലെ വിനയല്ല, മനസ്സിലെ വിനയമുണ്ടെന്നൊരു മനുഷ്യന്റെ മനസ്സ് അവനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും അവന്റെ പ്രവർത്തനങ്ങളിൽ അത് നിഴലിച്ച് കാണുകയും വേണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ഗുണം, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഗുണമായിരുന്നു സഞ്ചാരം. വസ്സിയാഹത്തു ലിസയ്യിദിനാ ഈസാ അലൈഹിസ്സലാം. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ യാത്രാ ഗുണം, യാത്ര ചെയ്യാനുള്ള താല്പര്യവും തയ്യാറും ഒരു ലീഡർക്കുണ്ടായിരിക്കണം. ഭയങ്കര യാത്രക്കാരനാണ് സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, യാത്രക്കാരനായിരുന്നു. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ വിനയവും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ യാത്രയും ചരിത്രത്തിലെ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളുണ്ട്, അവരൊക്കെ യാത്രക്കാരായിരുന്നു എന്ന് കാണാം. ഒരുപാട് നമുക്ക് മനസ്സിൽ വരുന്ന കുറേ ആൾക്കാർ, മമ്പുറം സയ്യിദ് അലവി തങ്ങൾ യാത്രക്കാരനാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ദീൻ പ്രചരണത്തിന് വേണ്ടി വന്ന ആൾക്കാരൊക്കെ യാത്രക്കാരാണ്. പഴയ കാലത്ത് യാത്ര പോവുക എന്നത് ദഅവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. പുതിയാപ്പള അബ്ദുറഹ്മാൻ മൗലവി എന്ന് പറഞ്ഞ ആള്, മഹാനവറുകളുടെ ഖബറുള്ളത് എടപ്പാള് ചങ്ങരംകുളത്തിനടുത്ത് പുറങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളിയിലാണ്. പുറങ്ങിൽ നിന്ന് അദ്ദേഹം കല്യാണം കഴിച്ചപ്പോൾ മഹാനവറുകളുടെ ഭാര്യ അക്കാലത്ത് ഫത്തുൽ മൊയ്ൻ ദർസ് നടത്തിയിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഭാര്യന്റെ ദർസ് മുടക്കണ്ടെന്ന് കരുതിയിട്ട് ഭാര്യയുടെ നാട്ടിൽ താമസിച്ചതുകൊണ്ടാണ് പുതിയാപ്പള അബ്ദുറഹ്മാൻ മൗലവി എന്ന് പേരിട്ടുണ്ടായ കാരണം. എല്ലാവരും യാത്രക്കാരായിരുന്നു എന്ന് കാണാൻ പറ്റും. ജന്മനാട് ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് ദീനിന് വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യാത്ര ദീനീ ദഅവത്തിലെ ലീഡർഷിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. വൽ ഫഖ്റു ലി സയ്യിദിനാ വ ഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്കനത്ത് ഫഖ്ർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ദാരിദ്ര്യം എന്ന അർത്ഥത്തിലുള്ള ഫഖർ അല്ല, അത് മിസ്കീൻ എന്ന അർത്ഥത്തിലുള്ള ഫഖറാണ്. കാരണം മിസ്കീൻ ആവാൻ വേണ്ടിയാണ് നബി തങ്ങൾ ദുആ ചെയ്തത്. അല്ലാഹുമ്മ ഹയ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ, എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ, എന്നെ മിസ്കീനായി മരിപ്പിക്കണേ. ദുനിയാവും കഴിഞ്ഞ് നാളെ ആഖിറത്തിലെത്തുമ്പോ എന്നെ മിസ്കീന്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ് ഹബീബുനാ ത്വഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൈസ കൊടുത്തു വാങ്ങി മിസ്കീന്റെ സ്ഥാനം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തു വാങ്ങി മിസ്കീന്റെ സ്ഥാനം. മിസ്കീന്റെ സ്ഥാനം എല്ലാവരും ആഗ്രഹിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് മസ്കനത്ത്. ദുആക്ക്, ഇത്തരമുള്ള ദുആക്ക് ഇജാബത്തുള്ള വിലായത്തില്ലാത്ത ഔലിയാഇന്റെ സ്ഥാനമാണ് മിസ്കീനിനുള്ളത്. ഔലിയല്ല, പക്ഷേ ഔലിയാഇന്റെ സ്ഥാനത്താണ്. ദുആക്ക് ഇജാബത്തുള്ളവനാണ് മിസ്കീൻ എന്ന് പറയുന്നത്. എല്ലാ അമ്പിയാക്കൾ ഔലിയാക്കന്മാരും മിസ്കീന്മാരായിരുന്നു എന്ന് കാണാൻ നമുക്ക് സാധ്യമാവും.